നമസ്കാരം. താൻ UDF-ലേക്കില്ലെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തിയാണ് തന്റെ നിലപാട് അൻവർ വ്യക്തമാക്കിയത്. കൂടാതെ താൻ മത്സരിക്കാനുമില്ലെന്നും അൻവർ വ്യക്തമാക്കി. മത്സരിക്കാൻ തന്റെ കയ്യിൽ കാശില്ല എന്നാണ് അൻവർ പറഞ്ഞത്. കൂടെ നിൽക്കണമെന്ന് പറഞ്ഞത് UDF ആണ്. എന്നാൽ UDF-ലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടെന്നും അതിനാൽ UDF-ലേക്കില്ലെന്നും അൻവർ പറഞ്ഞു. പിണറായിസത്തിനെതിരെ പോരാട്ടം നടത്തിയെത്തിയ തന്റെ രാഷ്ട്രീയത്തിനോടൊപ്പം UDF നിന്നില്ല. പിണറായിസം മാറ്റി നിർത്തി മറ്റ് ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് തന്നെ പരാജയപ്പെടുത്തുക എന്നതാണ് നിലവിലെ അവരുടെ ലക്ഷ്യമെന്നും അൻവർ പറഞ്ഞു. തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. ആരെയും കണ്ടല്ല താൻ LDF-ൽ നിന്ന് ഇറങ്ങി വന്നത്, ദൈവത്തെയും ജനത്തെയും കണ്ടാണ് ഇറങ്ങി വന്നത്. അവരിലാണ് പ്രതീക്ഷ. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അധിക പ്രസംഗി എന്നാണ് പറയുന്നത്. അധിക പ്രസംഗം തുടരും. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് കമ്മ്യൂണിസം. ആ നിലയ്ക്കാണ് CPM-ന്റെ ഭാഗമായത്. മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്ന് പാർട്ടി ജാതിമത രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചുവെന്നും അൻവർ പറഞ്ഞു. UDF-ലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയാണ്. UDF ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഉടൻ PV അൻവറിനെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിക്കാനായിരുന്നു UDF-ന്റെ ധാരണ. UDF-ന് പുറത്തു നിർത്തിയുള്ള സഹകരണമായിരുന്നു ഇത്. ഇക്കാര്യം അൻവറിനെ അറിയിക്കാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഷൗക്കത്തിനുള്ള പിന്തുണ അറിയിച്ചാൽ അദ്ദേഹവുമായിട്ടുള്ള സഹകരണം UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിക്കാനും തീരുമാനിച്ചിരുന്നു. തൃണമൂലിന്റെ ഭാഗമാണ് ഇപ്പോൾ അൻവർ. തന്റെ പാർട്ടിയെ UDF ഘടകകക്ഷിയാക്കണമെന്നതായിരുന്നു അൻവറിന്റെ ആവശ്യം.